ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചേഴ്സ് എന്നുള്ള സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്നുള്ള ബില്ലി കോളിൻസ് എഴുതിയിട്ടുള്ള പോവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ കണ്ടറിഞ്ഞ് ചൂസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു പോയട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസിൽ വേറെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ചാപ്റ്റർ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. അതായത് ഈ ഒരു കവിതയിൽ അല്ലെങ്കിൽ ഈ ഒരു പോയട്രിയിൽ മെയിനായിട്ടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പീക്കർ എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ് അല്ലെങ്കിൽ ഒരു ടീച്ചറാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലൊരു ടീച്ചർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് നമ്മളൊരു പോയട്രീനെ ഫേസ് ചെയ്യേണ്ടത്. അതായത് ഒരു കവിത നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് ലാംഗ്വേജിലുള്ളതായിക്കോട്ടെ അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മനസ്സിൽ എക്സ്പെക്ട് ചെയ്യരുത്. അതായത് ഈ ഒരു കവിതയ്ക്ക് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട്, ഈ ഒരു മീനിങ്ങാണ് ഞാൻ പഠിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിക്ക് ഒരിക്കലും യാതൊരു എക്സ്പെക്ടേഷൻസ് നമ്മൾ മനസ്സിൽ വെക്കാനായിട്ട് പാടില്ല. അതായത് നമ്മളെപ്പോഴും ഒരു കവിതേനെ അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ ഏതൊരു സാഹിത്യ സമാഹാരത്തിനെ നമ്മൾ ഏത് രീതിക്ക് കാണണം, അതിനൊരു ജീവനുണ്ട്. അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഇസ് ലൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എസ്പെഷ്യലി ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് ഏതൊരു ലിറ്ററേച്ചർ കയ്യിലെടുക്കുന്ന സമയത്തും പോയട്രി ആയിക്കോട്ടെ അത് സ്റ്റോറി ആയിക്കോട്ടെ ഏതായാലും എസ്പെഷ്യലി പോയട്രിയുടെ കേസിൽ നമ്മൾ അതിന് നമ്മുടേതായ രീതിയിലുള്ള അർത്ഥതലങ്ങൾ കൊടുക്കുമ്പോഴാണ് ആ ഒരു പോയട്രിക്ക് അതിൻ്റേതായ ജീവൻ കിട്ടുന്നത്. അല്ലെങ്കിൽ അത് ലൈഫ്ലെസ് ആയിട്ടുള്ള വേറൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. അതിന് ഓൾറെഡി ഒരു തീമുണ്ട് അല്ലെങ്കിൽ ഒരു മീനിങ് ഉണ്ട്. ആ ഒരു മീനിങ് ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്ന് ഓൾറെഡി മനസ്സിൽ കരുതി വെച്ചിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ജീവനില്ലാത്തൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു പോയട്രീനെ ജീവനുള്ളൊരു വസ്തുവാക്കിയിട്ട് അല്ലെങ്കിൽ ജീവനുള്ള ഒരു കാര്യമാക്കിയിട്ട് മാറ്റേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ലൈഫിനെ കണ്ടെത്തേണ്ടത് ആരാണ്? റീഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള അതിൻ്റെ ഇമോഷൻസും കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അതിനെ നമ്മുടെ എല്ലാ സെൻസുകളും യൂസ് ചെയ്തുകൊണ്ട് അറിയുമ്പോൾ പഠിക്കുക എന്നതിനുപരി ഒരു പോയട്രീനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് കൊടുക്കുന്നത്? ജീവൻ കൊടുക്കുന്നത്. അപ്പം അത്തരത്തിൽ ആ ഒരു രീതിയിൽ ഒരു കവിതയെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് സ്വന്തം സ്റ്റുഡൻസിനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രൊഫസറിനെ അല്ലെങ്കിൽ ഒരു ടീച്ചറിനെയാണ് നമ്മൾ ഈ ഒരു കവിതയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിനൊരു ഷോർട്ടായിട്ടൊരു സമ്മറി ഞാൻ പറയാം. ദ പോംസ് സ്പീക്കർ ഇസ് എ പ്രൊഫസർ ആസ്കിങ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ പോയട്രി ആസ് സംതിങ് ഇമാജിനേറ്റീവ് ആൻഡ് വിത്തൗട്ട് ഫിക്സഡ് മീനിങ്. അപ്പോൾ ഇതിൽ പ്രൊഫസർ എന്താണ് ചെയ്യുന്നത്? പോയട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് മീനിങ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ഒരു ഒബ്ജക്റ്റ് അല്ല. അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ചിറകുകൾ കൊടുത്തുകൊണ്ട് ഇമാജിനേറ്റീവായ പുതിയൊരു ലോകത്തിലേക്ക് വാതിലുകൾ തുറന്നു കൊടുത്തുകൊണ്ട് എന്ത് വേണം? നമ്മൾ എപ്പോഴും ഒരു പോയട്രീനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. However, despite the speaker's best efforts, the students remain adamant that poetry must always have a fixed meaning. അപ്പോൾ നമ്മുടെ പ്രൊഫസർ ഒരുപാട് ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുട്ടികൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരവസാനം എന്തിലേക്ക് തന്നെ എത്തുകയാണ്? ആ പോയട്രിക്ക് ഒരു ഫിക്സഡ് മീനിങ് ഉണ്ട്, ഞങ്ങളത് പഠിച്ചാൽ മതി. ഔട്ട് ഓഫ് എവറി പോം ഇൻ ഓർഡർ ടു റീച്ച് എ സിംഗുലർ കൺക്ലൂഷൻ. ഏതൊരു പോം പഠിക്കുമ്പോഴും അതിൻ്റെ അവസാനത്തേക്ക് ഒരു കറക്റ്റായിട്ട് അതിന് ഓൾറെഡി റിട്ടേൺ ആക്കി വെച്ചിട്ടുള്ള ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഫിക്സഡ് മീനിങ്ങിലേക്ക് ഞങ്ങൾ എത്തിയാൽ മതി. ഞങ്ങളുടെ തല പുകച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് പുതിയ മീനിങ്സ് ഒന്നും കണ്ടുപിടിക്കേണ്ടതില്ല എന്നുള്ളൊരു പിടിവാശിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെ വീണ്ടും ചെന്നെത്തുന്ന കുട്ടികളെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോകാൻ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക അതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഫസറാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ എയിം എന്താണ്, കാര്യങ്ങൾ എന്താണ്, ആരോടാണ് പറയുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് ഓർത്ത് വെക്കണേ. ഐ ആസ്ക് ദം ടു ടേക്ക് എ പോം. അപ്പം ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയുകയാണ്? അവരുടെ അടുത്ത് ഞാനൊരു കവിതേനെ എടുക്കാനായിട്ട് പറയുകയാണ്. ആൻഡ് ഹോൾഡ് ഇറ്റ് അപ് ടു ദ ലൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ആ ഒരു വെളിച്ചത്തിലേക്ക് പിടിക്കാനാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് ഹോൾഡ് ഇറ്റ് അപ് ടു ദ ലൈറ്റ് ലൈക്ക് എ കളർ സ്ലൈഡ്. കളർ സ്ലൈഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിലിമാണ് കേട്ടോ. അപ്പോൾ ഈ ഫിലിം എപ്പോഴും നമ്മൾക്ക് ജസ്റ്റ് എടുത്ത് കയ്യിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കളറേ ഉണ്ടാവുള്ളൂ? ജസ്റ്റ് കുറേ ബ്ലാക്ക് ആയിട്ടൊരു മാതിരി കളറിൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതേസമയം അത് വെളിച്ചത്തിലേക്ക് ഇങ്ങനെ പൊക്കി പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള പിക്ചർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ കയ്യിൽ വെച്ച് നോക്കാതെ അതിനെ വെളിച്ചത്തിലേക്ക് പിടിച്ച് നോക്കണം. അപ്പോൾ അതുപോലെയാണ് നമ്മളൊരു പോമിനെ ഡീൽ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. വെറുതെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ എന്താണ് അതിൽ അവർ ഡയറക്റ്റ്ലി പറയുന്ന മീനിങ് എന്താണ് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് പറയുന്ന അതിലെ മീനിങ് എന്താണ് എന്ന് നോക്കാതെ ഒരു കളർ സ്ലൈഡ് പോലെ അല്ലാതെ തന്നെ ഒരു ഫിലിം എടുത്ത് വെളിച്ചത്തിൽ പിടിച്ച് നോക്കുന്നത് പോലെ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? പ്രകാശം കൊടുക്കണം. അപ്പം മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? കറക്റ്റായിട്ടുള്ള അതിനകത്തുള്ള പിക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പലതരത്തിലുള്ള അർത്ഥതലങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓർ പ്രസ് ആൻ ഇയർ എഗൈൻസ്റ്റ് ഇറ്റ്സ്
ഹൈയും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യണം എന്നാണ് പറയുന്നത്, ആ ഒരു എന്താ പറയുക, ആ ഒരു പോമിനകത്തേക്ക്, ആ ഒരു പോമിനെ നമ്മൾ ഹൈവായിട്ട് കൺസിഡർ ചെയ്യാൻ പറയുന്നത്. ഹൈവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന തേനീച്ചക്കൂടില്ലേ, തേനൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന തേനീച്ചക്കൂട്, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹൈവിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇയർ ചേർത്ത് വെക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ചെവി, നമ്മുടെ കാതൊന്ന് ചേർത്ത് വെച്ച് നോക്കണം എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു വസ്തുവിലേക്ക് കാത് ചേർത്ത് വെച്ച് നോക്കുന്നത് എന്തിനാ, അതിനകത്തുള്ള ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ എല്ലാ സെൻസുകളെയും യൂസ് ചെയ്ത് ഒരു കവിത, ഒരു പോയട്രി നമ്മൾ ഫീൽ ചെയ്യുകയാണ് വേണ്ടത്, അല്ലാണ്ട് അത് പഠിക്കുക എന്നൊരു മീനിങ്ങിൽ ഒരിക്കലും, എസ്പെഷ്യലി നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്ത് ചെയ്യരുത്, അതിന് ആ ഒരു രീതിക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, കാണുക എന്നുള്ള സെൻസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, സീയിങ് എന്നുള്ള സെൻസാണ് യൂസ് ചെയ്യുന്നത്. അതായത് കറക്റ്റായിട്ട് അതിന് പ്രകാശം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ സീ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് ഒരു ഫിലിമിൽ എന്നതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇയർ, ആ ഒരു കേൾക്കുക എന്നുള്ള സെൻസിനെ നമ്മൾ യൂസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനകത്തുള്ള ശബ്ദം എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഫീൽ ചെയ്യണം. നമ്മൾ കേൾക്കുക എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ അവിടെ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. I say drop a mouse into a poem. ഇനി വീണ്ടും ഓരോരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അതായത് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ജസ്റ്റ് ആ ഒരു പോമിലേക്ക് നിങ്ങളൊരു മൗസിനെ, ഒരു എലീനെ പിടിച്ച് ഇട്ട് കൊടുത്ത് നോക്കൂ. ആൻഡ് വാച്ച് ഹിം പ്രോപ്പ് ഹിസ് വേ ഔട്ട്. എന്നിട്ട് നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് അവൻ്റെ പുറത്തേക്കുള്ള മാർഗം തപ്പി കണ്ടുപിടിക്കുന്നത്. അവിടെ എന്ത് സെൻസാണ് യൂസ് ചെയ്യുന്നത്, ടച്ച് ചെയ്യുക എന്നുള്ള സെൻസാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കവിതേനെ ആദ്യം എന്ത് ചെയ്യണം, കണ്ടറിയണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കേട്ടറിയണം. ഇപ്പോഴെന്താ പറയുന്നത്, തൊട്ടറിയാനാണ് പറയുന്നത്. അതായത് ജസ്റ്റ് മനുഷ്യനല്ല, ഇതിനെ കവിതയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു എലീനെ പിടിച്ച് അതിനകത്ത് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ എലി പോലും എന്ത് ചെയ്യുന്ന പറയുന്നത്, വാച്ചിങ് പ്രോബ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തപ്പി നോക്കുക, തൊട്ട് നോക്കുക എന്ന് പറയില്ലേ, അത്തരത്തിൽ പ്രോബ് ചെയ്യും. എന്ത് തപ്പി തറഞ്ഞുകൊണ്ട് എന്ത് ശ്രമിക്കും, പുറത്തേക്കുള്ള മാർഗം അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതായത് ആ കവിതയെ തൊട്ടറിയാൻ ഒരു എലിക്ക് പോലും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അതിനെ എല്ലാ സെൻസും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അറിയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വേറൊരു കാര്യം പറയാണ്, ഓർ വാക്ക് ഇൻസൈഡ് ദ പോംസ് റൂം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്താണ്, ആ ഒരു കവിതയുടെ മുറിയിലേക്ക്, ആ പോംസ് റൂമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് നടന്നു നോക്കൂ. ജസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്ത് ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കൂ. ആൻഡ് ഫീൽ ദ വാൾസ് ഫോർ എ ലൈറ്റ് സ്വിച്ച്. എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്തൊരു ഇരുട്ടായിരിക്കും തോന്നുന്നത്. നമ്മുടെ അപ്രോച്ച് അനുസരിച്ച് ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല, മൊത്തത്തിൽ ഇരുട്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു വാൾസിലൊന്ന് പോയിട്ട് തൊട്ട് നോക്കുക. ചുമരിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ചിലപ്പോൾ ലൈറ്റ് സ്വിച്ച് കിട്ടിയേക്കാം. അതായത് ആ ഒരു ഇരുട്ടിനകത്ത് വെളിച്ചം വീശാനുള്ള ആ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച്, സാധാ സ്വിച്ചാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്വിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ലൈറ്റ് ഓൺ ചെയ്യാനും അവിടെ ഫുള്ള് പ്രകാശം വരാനും അതിനകത്ത് എന്താണെന്ന് കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യൂ, ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് പ്രവേശിച്ചു നോക്കൂ, ആ ഒരു കവിതയുടെ അകത്തേക്ക് പ്രവേശിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഒന്ന് കുറച്ച് നമ്മുടെ സെൻസൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈറ്റൊക്കെ ഒന്ന് ഓൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്താണ് അതിൻ്റെ പുതിയ അർത്ഥങ്ങളെന്ന്. ആദ്യം എന്ത് പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് അതൊന്ന് ലൈറ്റിലേക്ക് വെച്ച് നോക്കാൻ പറയുന്നുണ്ട്. പിന്നെ അതൊന്ന് കാത് ചേർത്ത് വെച്ച് കേൾക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു മൗസിനെ പോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. പിന്നെ എന്ത് പറയുന്നുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കൂ, അതിലെന്താണ് ഉള്ളിലുള്ളതെന്ന് അറിയണ്ടേ എന്നൊക്കെയും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ സ്റ്റുഡൻസിനോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പോമിനെ ഫേസ് ചെയ്യേണ്ടത്, ജസ്റ്റ് പേപ്പറിൽ എഴുതി വായിച്ച് നോക്കുക അല്ല വേണ്ടത് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. I want them to water ski across the surface of a poem. അപ്പം എന്താണ്, ഇനി വേറൊരു കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം ചെയ്തു നോക്കൂ, ഒരു കവിതയുടെ സർഫേസ് കൂടെ, ആ ഒരു പ്രതലത്തിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ മുകളിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ അവരുടെ അടുത്ത് എന്താണ് പറയാറുള്ളത്, അവരുടെ ഒരു വാട്ടർ സ്കീ ചെയ്യാനാണ് ഞാൻ പറയുക. വാട്ടർ സ്കീ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്പീഡ് ബോട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുള്ളേ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അറിയാത്തവർ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ പ്രതലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ പാകത്തിന് ഒരു സ്പീഡ് ബോട്ട് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്, പുള്ള് ചെയ്യുന്ന സംഭവത്തിനാണ് ഉദ്ദേശിച്ചത്, ആ ഒരു റൈഡിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ഞാൻ അവരോട് എന്ത് പറയാറുണ്ട്, ആ ഒരു പോമിൻ്റെ മുകളിൽ കൂടെ, അതിൻ്റെ ഒരു പ്രതലത്തിൻ്റെ മുകളിൽ കൂടെ, ഉപരിതലത്തിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ വാട്ടർ സ്കീ ചെയ്ത് നോക്കൂ. അതായത് ആ ഒരു കവിതയിൽ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ എന്നാണ് ഉദ്ദേശിക്കണേ. ആ ഒരു കവിതയെ ഒരു വെള്ളമായി കണ്ട് അല്ലെങ്കിൽ ജലോപരിതലമായി കണ്ടുകൊണ്ട് അതിൽ കൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കൂ. വേവിങ് അറ്റ് ദ ഓതേഴ്സ് നെയിം ഓൺ ദ ഷോർ. മേ ബി അവിടെ ആ ഒരു തീരത്ത്, ആ ഒരു വെള്ളത്തിൻ്റെ തീരത്ത് എന്തുണ്ടാവും, ആ എഴുതിയിട്ടുള്ള വർക്ക് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ, ഓതറിൻ്റെ നെയിം അവിടെ എവിടെയെങ്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നോക്കിയിട്ടൊന്ന് കൈവീശി കാണിക്കുക. അപ്പോൾ നിങ്ങളായി ആ ഒരു കവിത, അതൊരു വെള്ളമാവുന്ന അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഉപരിതലമാവുന്ന ഒരു കവിതയും കരയിൽ എഴുതിയിട്ടുള്ള ആ ഒരു എഴുത്തുകാരൻ്റെ പേര് മാത്രമേ ലോകത്തുണ്ടാവാൻ പാടുള്ളൂ. ആ ലോകത്ത് കൂടെ നിങ്ങളൊന്ന് വാട്ടർ സ്കീ ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കൂ. ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
ബട്ട് ഓൾ ദേ വോണ്ട് ടു ഡു. അപ്പോൾ ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. അങ്ങനെ നോക്കൂ, ഇങ്ങനെ നോക്കൂ, അങ്ങനെ നോക്കൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഫൈനലി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റുഡൻസ് ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്നാ പറയുന്നത്, ബട്ട് ഓൾ ദേ വോണ്ട് ടു ഡു. പക്ഷെ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് മാത്രമാണ്, ടൈ ദ പോം ചെയർ വിത്ത് റോപ്പ്. ഒരു ചെയറിനകത്ത് കയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കവിതയെ കെട്ടിയിടാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനെ കാണാനോ കേൾക്കാനോ തൊട്ടു നോക്കാനോ അകത്ത് പ്രവേശിച്ചു നോക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്ത് നോക്കാനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല. അവർ വെറുതെ എന്ത് ചെയ്യാണ്, അതിനൊരു വസ്തു പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്ന മാതിരി ഒരു ചെയറിൽ പിടിച്ച് കയർ വെച്ച് കെട്ടി വെച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടോർച്ചർ എ കൺഫെഷൻ ഔട്ട് ഓഫ് ഇറ്റ്. എന്നിട്ട് അതിനിങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ്, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കൺഫെഷൻ കിട്ടാൻ വേണ്ടി. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുമ്പസാരം. അത് കുമ്പസാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫിക്സഡ് മീനിങ് ആണ്. അപ്പോൾ എന്താണോ അതിൻ്റെ ഒരു ഫിക്സഡ് മീനിങ്, അതെനിക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ മതി, അത് നീ ഇങ്ങോട്ട് പറഞ്ഞതാ എന്നുള്ള രീതിക്ക് ഒരു പോമിനെ ഉപദ്രവിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് അതിനെ ഒന്ന് ഫീൽ ചെയ്യാനോ കാണാനോ തൊടാനോ അറിയാനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല. ദേ ബിഗിൻ ബീറ്റിംഗ് ഇറ്റ് വിത്ത് എ ഹോസ്. അവരെന്ത് ചെയ്യാറുണ്ട്, ഒരു ഹോസ് യൂസ് ചെയ്തുകൊണ്ട്, അവർ പൈപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഉപകരണങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, അവരതിനെ മാരകമായിട്ട് എന്ത് ചെയ്യും, ബീറ്റ് ചെയ്യും. അല്ലാതെ അവർ ക്രൂരമായിട്ട് അതിനെ ബീറ്റ് ചെയ്യും ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് റിയലി മീൻസ്. അപ്പോൾ എന്താണോ അതിൻ്റെ ഒറിജിനൽ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീ ഇങ്ങോട്ട് പറഞ്ഞേക്ക് എന്നുള്ള രീതിക്ക് അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. അല്ലാണ്ട് ഒരു സ്നേഹത്തോടു കൂടി അതിനൊന്ന് സെൻസ് ചെയ്യാനോ ഫീൽ ചെയ്യാനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല. അതിലെന്താണോ എഴുതപ്പെട്ടിട്ടുള്ള ഒരു അർത്ഥം അത് ഇങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ള രീതിക്ക് വളരെ എന്താ പറയുക, ചൂഷണം ചെയ്യുന്ന മനോഭാവത്തിലാണ് അവർ കവിതയെ ഇപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. അദ്ദേഹം ഇത്രയൊക്കെയും പറഞ്ഞിട്ടും ആ കുട്ടികൾ എന്താ ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കവിത കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മളൊരു കവിതയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു കവിത മുതൽക്ക് ഇനി നമ്മൾ ഏതൊരു പോം അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ഏതൊരു ലിറ്ററേച്ചർ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു അപ്രോച്ചിൽ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്